IAS തലപ്പത്തെ അവധി വിവാദത്തിൽ N പ്രശാന്തിന് പിന്തുണയുമായി CPIയുടെ സർവീസ് സംഘടന ജോയിന്റ് കൗൺസിൽ രംഗത്ത് വന്നു. അവധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതല്ല. പൊതുവേദിയിലെ വിഴുപ്പലക്കൽ ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും ഭൂഷണമല്ലെന്നാണ് ജോയിന്റ് കൗൺസിൽ പറയുന്നത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ 24-നോട് ആവശ്യപ്പെട്ടു. 24 വഴിയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഒന്ന് കേൾക്കാം. നമ്മൾ ഈ ചക്കളത്തി പോരാട്ടം എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. ഇത് 2 ദിവസം കഴിയുമ്പം അവരുടെ ഏതെങ്കിലും ഒക്കെ ഗ്രൂപ്പുകൾ വന്ന് ഇതിനെ സെറ്റിൽ ചെയ്യും. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല, ഭരണ സംവിധാനത്തിന് ഭൂഷണം. സർക്കാർ അടിയന്തരമായി നിയന്ത്രിച്ചേ കഴിയുള്ളൂ. ഗവൺമെൻറ് ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് ഇവരെ ഈ തർക്കം അവസാനിപ്പിക്കണം. അറ്റൻഡൻസ് രാവിലെ ഒന്ന് ഒപ്പിടണം, വൈകുന്നേരം പോകുമ്പോൾ ഒപ്പിടണം എന്നൊക്കെ പറയുന്നത് അത് അത്രത്തോളം ഒരു ആരോപണമായി കാണാൻ കഴിയില്ല. പക്ഷേ ഓക്കെ, ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷബീദ്, ഈ ജോയിന്റ് കൗൺസിലൊക്കെ ഇതിനോട് എന്താണ് അഭിപ്രായം? പൊതുവേ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് IAS അവരുടെ അത്ര സുഖമല്ലല്ലോ അവർക്ക്. കാര്യം ഇവന്മാരെല്ലാം ഒരു ഗ്രൂപ്പാണെന്നുള്ള തോന്നലാണ്. അപ്പോൾ ഡോക്ടർ ജയതിലക്കും അതുപോലെ N പ്രശാന്തും തമ്മിലുള്ള ഈ കലിപ്പ് അത് തീരാനുള്ള സാധ്യതയുണ്ടോ? SK അവർ തമ്മിലുള്ള പ്രശ്നം അത് വ്യക്തിപരമായ ഒരു പ്രശ്നമായി മാറുന്നു. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിലിന്റെ അഭിപ്രായം. SK നമുക്കറിയാം, ഈ ജയചന്ദ്രൻ കല്ലിങ്കൽ തന്നെ നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനഖ വിവാദം, അത് IAS ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം, ഹുങ്ക് അതടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി അക്കാര്യത്തിൽ വിമർശിച്ച് രംഗത്തെത്തിയ ആളാണ് ജോയിന്റ് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ജയചന്ദ്രൻ കല്ലിങ്കൽ. അദ്ദേഹം പക്ഷേ ഈ വിഷയത്തിൽ N പ്രശാന്തിന് അവധി വിവാദത്തിൽ N പ്രശാന്തിന് പിന്തുണ നൽകുകയാണ്. പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥർ അവർക്ക് പലതരത്തിലുള്ള അസൈൻമെൻറ്റുകൾ ഉണ്ടാകും. അവരെല്ലാ സമയവും ഓഫീസിൽ വേണം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടാണ്. അതേസമയം ഇവർ തമ്മിലുള്ള പരസ്യ അധിക്ഷേപത്തിൽ വിമർശനവും ജോയിന്റ് കൗൺസിലിനുണ്ട്. SK ഷബീദ് റാവുത്തർ